എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1 മന്തായി നാട് വിട്ട് പോയിട്ട്. അപ്പോൾ എന്താ പറയുക, ഫ്ലൈറ്റിനാണുള്ളത്. അത്യാവശ്യം നല്ലൊരു ഹാപ്പി മൊമെൻ്റ് തന്നെയാണ് ഉള്ളത് കേട്ടോ. എന്താ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ അധികമൊന്നുമില്ല, ഒരു 1 വീക്ക് ഉണ്ടാവുള്ളൂ. ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ, നമ്മൾ നാട്ടിലെത്തുന്നവരെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം പിന്നെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്ലൈറ്റിലെ വീഡിയോ ആണ് എടുക്കുന്നത്. ഫ്ലൈറ്റിൽ ഈ സമയത്ത് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളൊരു 2:45 നൈറ്റ്, അതായത് GCC ടൈമിനാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. ഒരു നാട്ടിലും GCC ഒരു 1.5 മണിക്കൂർ ഡിഫറൻറ്റ് ഒരു ഒമാനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആ ഫ്ലൈറ്റിനുള്ളിലെ യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ട്രാവലിംഗ് തന്നെയായിരുന്നു. നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. എന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്ന് മേഘത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ ഭയങ്കര രസമായിട്ടാണ്. ഒരുപാട് നേരം എന്താ പറയുക നോക്കിയിരുന്നു. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. എന്താ പറയുക, നമ്മളെ മരുഭൂമിയൊക്കെ പോലെ അത്രയും ലോങ് സൈറ്റ് മേഘങ്ങളുടെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര. എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഇതിനെ കുറിച്ചിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം കാലിക്കറ്റ് എയർപോർട്ടാണ്. കാലിക്കറ്റൊക്കെ കാണൽ തുടങ്ങിയിട്ടാണ്. ഫൈനലി അവിടെ എന്താ പറയുക, നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതാണ് കറക്റ്റ് ക്ലിയർ ആവാത്തത്. പിന്നെ ഏകദേശം നമ്മളൊരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ ഒക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അടുത്തെത്തി കഴിഞ്ഞു. പിന്നെ ആ ലാൻഡിങ്ങും നല്ല രസമാണ്. ഫുള്ള് പച്ചപ്പ് എന്താ പറയുക പതച്ചിട്ട് വരുന്നൊരു ലാൻഡിങ് ആണ് വരുന്നത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല മഞ്ഞുള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മളൊരു കേരളത്തിൻ്റെ ആ ഒരു പച്ചപ്പ് പതിച്ച ഒരു എന്താ പറയുക ക്ലൈമറ്റും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. റോഡുകളൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം താഴത്ത് എത്തി, റൺവേൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ലാൻഡിങ്ങിനുള്ള സമയമാണ്. ലാൻഡിങ് എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള സംഭവം തന്നെയുണ്ട് ലാൻഡിങ് വരുന്നത്. അപ്പോൾ ഒന്ന് പോയിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ വണ്ടീൻ്റെ അടുത്ത് പോകണം, വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യണം, പിന്നെ ഫാമിലിയൊക്കെ ഒന്ന് കാണാം. അങ്ങനത്തെ വലിയ വേറെ പ്ലാനുകളും ട്രിപ്പുകളും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ റമദാനാണ്, നാട്ടിലാണ്, അറിയാലോ ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വലിയൊരു പ്ലാനുകളൊന്നും ഇപ്രാവശ്യം ഇല്ല കേട്ടോ. എന്തായാലും ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കണ്. ഫൈനലി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നെ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിരിക്കണ്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയാണ് ചടങ്ങ്. ഫ്ലൈറ്റ് ഇറങ്ങി പോകലും കാര്യങ്ങളാണ് അടുത്ത ചടങ്ങ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്കൊന്ന് ഫ്ലൈറ്റ് ഒരു 3/4 ഫുള്ളാണ്. International Airport. For your safety, please remain seated and usage of mobile phone is not permitted. Please take care while opening the overhead compartments. Kindly ensure you have collected all your belongings. For the convenience of all our guests, we request you to kindly double check your baggage before leaving, as this would be with the bags not getting exchanged with the fellow passengers. If you require wheelchair assistance, we request you to kindly remain seated. You will be assisted once all the guests have deplaned. It was a pleasure having you on board today, and we hope to see you again soon. If you need any assistance on arrival, please contact our ground staff. Thank you for choosing to fly with Air India Express, and have a wonderful day ahead. എന്തായാലും ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനിയാണ് ചടങ്ങ്. എല്ലാവരും നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ എന്താ പറയുക, ഒന്ന് ഇറങ്ങാനുള്ള ആകാംക്ഷ കേട്ടോ. ഫ്ലൈറ്റ് നല്ല റഷ് തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും പോയി. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറങ്ങി. അതാ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ല. നമ്മൾ വന്ന ഫ്ലൈറ്റാണ് ആ കാണുന്നത്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ, നമ്മളെ സീറ്റിലുണ്ടായിരുന്ന ഫ്രണ്ട്സുകളാണ്. അങ്ങനെ ഫൈനലി എന്താ പറയുക, ഞങ്ങളൊന്ന് ഒരു ചെറിയ വാഷപ്പൊക്കെ കഴിഞ്ഞു. റെസ്റ്റ് റൂമിൽ കയറി ചെറുതായിട്ട് വാഷൊക്കെ ചെയ്ത് ഒരു അത്യാവശ്യം സ്ലീപ്പിംഗ് ടൈം ചെയ്യുന്ന ഒരു 1.5 മണിക്കൂർ. എന്തായാലും നമ്മൾ പിന്നെ എക്സിറ്റ് ആവാനുള്ള പരിപാടികളാണ്. ഇനി അത്യാവശ്യം പണികളാട്ടോ. ഇനി എന്തായാലും എന്താ പറയുക, ചെക്കിങ്ങും കാര്യങ്ങളും ലഗേജിന് വെയിറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് പണി. അടുത്ത ടാസ്കുള്ള പണി അതാണ്. പിന്നെ ഞാൻ എന്തായാലും ലഗേജൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ പോയിട്ടൊരു മാസമായിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫൈനലി അവരെ ലഗേജൊക്കെ കിട്ടി. എന്തായാലും ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് പിരിയാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ഒരു മാസമായില്ല ശരി പോയിട്ടില്ല, കഴിഞ്ഞ 5-ാം തീയതിയാണ് പോയത്. അപ്പോൾ ഒരു മാസത്തെ മസ്കത്ത് പ്രവാസി ജീവിതത്തിന് ശേഷം വീണ്ടും നാട്ടിലെത്തിയാണ്. ഒരാഴ്ച ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, പക്ഷെ ആരും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഷാരു മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാവരും ഉണ്ട്, പിന്നെ ആരും വിളിച്ചില്ല. ഷാരു പറഞ്ഞാൽ ആരും വിളിക്കണ്ടേ, നമുക്ക് രണ്ടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെയായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മറ്റുള്ള ഫ്രണ്ട്സുകളൊന്നും വന്നിട്ടില്ല. അറിഞ്ഞാലും വന്നില്ല ശരിയാ. അപ്പോൾ എന്താ പറയുക, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാട്ടോ, നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ശരിയോ?
എനിക്കെന്താ പറയാനുള്ളത്? ഇനി കൊണ്ടാക്കലല്ല അടുത്ത ചടങ്ങ് ഒരാഴ്ച കഴിഞ്ഞാൽ. പിന്നെ ഇർഷാദ് വരുന്നുണ്ട്. ഏത് നമ്മളെ ഇർഷാദ് വരുന്നുണ്ട്. എന്താ ഓന് മറ്റേ ക്യാൻസലല്ല? ശരി. എന്നാ പറഞ്ഞു? ഓന് 20 ഉള്ളിൽ വരുന്ന. ശരി, അപ്പൊ ഞാൻ പോടാ. ഓനെ വിളിക്കാൻ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് എന്താ പറയാ, ഇതുണ്ട് നമ്മളെ സിവിക്കിന്റെ അടുത്ത് പോകണം, ഫൊറാന്റെ അടുത്ത് പോകണം. ഇല്ല ശരിയോ, ഒന്ന് പൊട്ടിക്കാനല്ല നാട്ടിലൊക്കെ ഇട്ടിട്ട്. നമ്മൾ റോഡ് പണി കഴിഞ്ഞ പാലപ്പണിന്റെ ഫൈനലായില്ലേ? അപ്പൊ എന്തായാലും അപ്പൊ നമ്മള് ഇനി വണ്ടിന്റെ അത് കഴിഞ്ഞു. പിന്നെ വണ്ടിയുടെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഇതിൽ അറിയിക്കുന്നതാണ് കേട്ടോ. ആരാണ് നാട്ടിൽ വന്നിട്ട് ആദ്യം കാണാൻ പോയത് എൻ്റെ സുന്ദരി മേഹോന കേട്ടോ. അങ്ങനെ മേഹോനെ വീട്ടിൽ പോയിട്ട് എടുത്തു വന്നു. നേരെ വീട്ടിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളെ സിവിക്ക് ഒരു ചെറിയ ഡ്രൈവിന് വേണ്ടി പോകട്ടോ. അപ്പോൾ സിവിക്ക് കുറേ കാലം കിടന്നുകൊണ്ട് അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് എന്തായാലും ആവുന്നില്ല. എന്തായാലും നമ്മൾ സർവീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടികളൊന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് കഴുകിയാൽ ചിലപ്പം അത്ര ഒരു ഫിനിഷ് ആവില്ല. അപ്പോൾ ആ വർക്കൊക്കെ ജസ്റ്റ് പൊടി തട്ടിക്കാണ്ട് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. സർവീസ് സ്റ്റേഷൻ ഏകദേശം 2 കിലോമീറ്റർ ലോങ് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ചടപ്പല്ല, ഒരു എന്താ പറയുക, ഒരു ഇത് വരുന്നില്ല നമ്മളെ വണ്ടി ഈ ക്വാളിറ്റിയിൽ പുറത്തിറക്കാൻ. അങ്ങനെ എന്താ പറയുക, ചെറിയൊരു ഇതൊക്കെ കഴിഞ്ഞു. ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ചെറിയ ഗ്ലാസ്സൊക്കെ എന്താ പറയുക ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഗ്ലാസും കാര്യങ്ങൾ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡസ്റ്റൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ ചെറിയ ഡ്രൈവിൽ ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി പോകാൻ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം പിന്നെന്താ പറയുക, നമ്മൾ സിവിക്കിൽ വീണ്ടും സിവിക്കൊന്നും എടുക്കാൻ പോകണ്ട. ഒരുപാട് കാലമൊന്നും ഇല്ല, ഏകദേശം ഒരു 1 മന്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം വീണ്ടും ചെറിയ ലീവ് കിട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയുക, കഴിഞ്ഞ് പോണതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വണ്ടി എനിക്കൊന്ന് അതിലിടയ്ക്ക് 1-2 ഷോ ഉണ്ടായിരുന്നു എന്താ സ്കൂളിലൊക്കെ പരിപാടി. നമ്മളെ കസിൻസിനാണ് അടുത്ത് ഷോ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം കൊടുന്ന് നിർത്തിയതാണ്. പിന്നെ വണ്ടി ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ഒരു ചെറിയ ഡ്രൈവ് പോവുക. എൻ്റെ കൂടെ ഞാനൊരു ഫ്രണ്ടും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിടാന്ന് വിചാരിക്കും. എന്തായാലും ഒരു 1 വീക്ക് നമ്മളിവിടെ ഉണ്ടാവുമല്ലോ. എനിക്കൊന്നും അതിലിടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തിന്ന് വണ്ടി എടുക്കലില്ല. അപ്പോൾ എന്തായാലും പൊടി വരുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ. നമ്മളെ ഫ്രണ്ടാട്ടത് നിസാമു. അപ്പോൾ ഞങ്ങളെന്തായാലും ഒരു ചെറിയ ഡ്രൈവ് കിട്ടുമല്ലേ നിസാമോ? നിസാമൊരു വണ്ടി എടുത്താൽ നിന്നെ പണ്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യലുണ്ട്, ഇതിൽ അവനക്കൊന്ന് ഡ്രൈവ് പോകണം എന്നൊക്കെ അല്ലേ. ആള് ലീവിന് വന്നാണ്, കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ റൗണ്ട് പോകണം. പിന്നെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഒന്നിനില്ല, ഒരു ഡ്രൈവ് ഒന്ന് ചെറുതായിട്ട് വെള്ളം അടിച്ചല്ലോ വണ്ടി. പിന്നെ ആകെ ഇതായിരിക്കണല്ലേ, വെള്ളം വാട്ടർ അടിച്ചല്ലേ. അപ്പോൾ നമ്മളൊരു സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വീട്ടിൽ കാണിച്ച സർവീസ് സെൻ്റർ തന്നെയാണ്. അവിടെ നിന്ന് പോയിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട് വരാമെന്നുള്ള പ്ലാനാണ്. ഓക്കെ. കുറേ കാലത്തിന് ശേഷം എന്താ പറയുക, വണ്ടി എടുത്തു പോയി തുടങ്ങിയിട്ട് എന്താ പറയുക, ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ്സൊക്കെ ഉണ്ടോ ഫുള്ള് പൊടിയായിട്ടാണ് കിടക്കുന്നത്. അത് നമ്മളെ ഫ്രണ്ടാണ് നൗഫു തിരൂർ പോവാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തിരൂർ പോയിട്ട് ഇങ്ങനെ വരികയാണ്. നൗഫു ചോടുന്നേരേ രായവരോടോ ഞാൻ എന്നെ കാത്തുന്ന അവസാനം അമ്മനെ കൂട്ടിയിട്ട് കൊടുന്ന ഇന്നൊരു നോമ്പറക്കല്ലോ നമ്മളെ ചെക്കന്മാർ. അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വിളിക്കാൻ. നമുക്ക് മെയിൻ റോഡ് നമുക്ക് ഇറങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. വണ്ടിൻ്റെ ഒരു ഇവിടെ കട്ട് റോഡായതുകൊണ്ട് നമ്മൾ മാക്സിമം പതുക്കെ എടുക്കാം. കാരണം അത്യാവശ്യം വണ്ടി ലോഡ് ചെയ്തുകൊണ്ട് പിന്നെ വണ്ടി തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവേ. നിസാമ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്ക്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ കയറിയിട്ടല്ലേ ഉള്ളൂ. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ പറയും. ഫോട്ടോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും രണ്ടും ഡിഫറെന്റ് പറഞ്ഞു കൊടുക്കുക. അടിപൊളിയല്ലേ. നമ്മൾ സംതിങ് വെറൈറ്റി ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി സെലക്ട് ചെയ്തല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് നേരെ പോകട്ടെ. നമ്മളെ സർവീസ് സെൻ്ററൊക്കെ തന്നെയാണ്. അവിടെ പോയിട്ട് വണ്ടി ഫുള്ള് വാഷ് ചെയ്യുക. 10-20 മിനിറ്റിൻ്റെ പരിപാടി ഉണ്ട്. വാഷ് ചെയ്തിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ നൈറ്റില്ല നോമ്പ് പറഞ്ഞതിന് ശേഷം സമൂല നമ്മളൊന്ന് ഒരു ചെറിയ ഡ്രൈവിങ് കൂടി ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇപ്പോൾ അതാണ്. പിന്നെ അതിന് കുറച്ച് കാര്യങ്ങൾ അതിനൊക്കെ കൊണ്ട് പുക ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്യാനുണ്ട്. കുറേ കാര്യം നമ്മൾ എടുക്കാത്തതുകൊണ്ട് അതൊക്കെ തെറ്റിക്ക് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട്. വിശേഷത്തിൽ തിരക്കുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. തിരക്കില്ല
ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാവും. വണ്ടികളുണ്ടെങ്കിൽ പണിയാണ്. നമ്മൾ സർവീസ് ആയിരുന്നു കാണിച്ചു കൊടുത്ത സംഭവം കറക്റ്റ് എന്താ പറയുക കാണുന്നുണ്ടാവില്ല. വണ്ടി അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുട്ടോ. അത്യാവശ്യം കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. അങ്ങനെ എന്തായാലും ഫൈനലി സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 2 വണ്ടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതാവുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം പോസ്റ്റാണ്. പിന്നെ ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ അത് ആസ്വദിച്ചിട്ട് ഞാൻ നിസാം എന്താ പറയുക ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഫ്രണ്ട് റാശി വന്നിട്ടോ. റാശി പണി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ വിളിച്ചിരുത്തി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ നമ്മൾ റാശി വന്നിങ്ങനെ. റാശി പണി കഴിഞ്ഞ് തരിക? എവിടെയാണ് പണിന്ന്? ഇതാണ് റാശിട്ടാ. റാശി കാണുന്ന പോലെ തന്നെ കേട്ടാ. ഇതാണ് കോൺട്രാക്ടറാണ്, പെയിന്റിങ് അല്ലേ, വീടിൻ്റെ വർക്ക് മൊത്തം ഏറ്റെടുക്കുന്നതാണ്. ഒന്ന് റാശിയെ വന്നാടോ. നമ്മൾ കുറേ ആയിട്ട് പോയിട്ട് എടുത്തിട്ട് എല്ലാവരും മേലെ പൊട്ടിക്ക് പോണ അന്ന് 2 പരിപാടി സ്കൂളിൽ ഷോ ഉണ്ടായിരുന്നു. പുറത്തൊരു സ്കൂളിലും പിന്നെ ഇവിടെ താന്നൊരു ഷോ ഉണ്ടായിരുന്നു. വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 2 വണ്ടി ഉള്ളതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. നിസാമോ ഇവിടെ ഉണ്ടല്ലോ എന്താ സുഖം വന്ന് കിടക്കാല. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ല അതായത് ഈ മരത്തിൻ്റെ പേരെന്താ? ഈ മരം കണ്ടങ്ങൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. പള്ളിൻ്റെ അടുത്തുണ്ട്. ഈ മരത്തിൻ്റെ തണലും പിന്നെ പാടാണ് ബാക്ക് കണ്ട നിരന്ന് പാടാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണലും നല്ല കാറ്റും. ഒന്ന് കിടന്നിങ്ങനെ എന്താ പറയുക കിടന്ന് കൊടുത്താൽ മതി, ഉറക്കാണ്ട് വരും. ഉറക്കം ഞാൻ സമയം വിളിച്ചതാ, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നാ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ പ്ലാൻ മാറ്റി. എന്താ പറയുക മൊത്തത്തിൽ എൻ്റെ ഉൾഭാഗവും എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള പ്ലാൻ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത കച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വന്നേലേ, ഇനിയിപ്പോൾ നമ്മൾ ഈ വീക്കിൽ എന്തായാലും വരില്ല, അത് കഴിഞ്ഞാൽ പോലെ. അപ്പോൾ എന്താ പറയുക ഒന്ന് മൊത്തമായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഷിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക അതുവരെ പോസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം സമയം എടുത്തിട്ട് ഏകദേശം ഒരു 1 hour മേലെ ഇവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബൈക്കും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ അതുകൊണ്ട് ഞങ്ങളങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ്. കാരണം എന്തായാലും വണ്ടി എന്താ പറയുക വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം 1.5 മണിക്കൂർ സമയം വേണ്ടി അല്ലേ. അത് കഴിഞ്ഞ് ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് പള്ളിയിലൊക്കെ പോയി വന്ന് നേരെ ഞങ്ങൾ ഇഫ്താർ മീറ്റുണ്ട്, അവിടെയും പോകണം. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് തന്നെ ആയിട്ടുണ്ട് വണ്ടിൻ്റെ വാഷിംഗ് പരിപാടി. പിന്നെ എന്താ പറയുക അത് എന്താ പറയുക ഇപ്പോൾ തന്നെ വാഷ് ചെയ്യാനുള്ള പ്രത്യേകിച്ചാൽ അതിൻ്റെ ഒറിജിനൽ ആ ഒരു ഗ്ലേസിങ് കിട്ടണമെങ്കിൽ നമ്മൾ ആ വാഷിങ് ചെയ്ത് ഫുൾ സർവീസ് ചെയ്യാൻ അതിൻ്റെ ഫുൾ ഒറിജിനൽ എന്താ പറയുക കളർ നമ്മൾ റോട്ടുമൊക്കെ ഇറങ്ങിയാൽ എന്താണ് പറയുക 4 ആൾക്കാർ അട്രാക്ഷനുള്ള നോട്ടങ്ങളുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആ കളറിൻ്റെ ഒരു പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഫുൾ വാഷ് തന്നെ ചെയ്യാനുണ്ടോ. എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ തന്നെ ക്യാമറയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഏകദേശം അറിയാം ഗ്ലേസിങ് സെറാമിക് കോട്ടിങ് ഒക്കെ ചെയ്തതിൻ്റെ ഗ്ലേസിങ് അറിയണമെന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് തന്നെ കൊണ്ടിറക്കണം. അപ്പോൾ
എന്തായാലും ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ വണ്ടീൻ്റെ ഒരുപാട് വർക്കിൻ്റെ അപ്ഡേഷൻ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് നമ്മൾ എയർ ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാൻ. അത്യാവശ്യം വണ്ടി ലോവർ ചെയ്തുകൊണ്ട് ഹൈഡ്രോളിക് ചെയ്യാതെ നമുക്കൊരു രക്ഷയില്ല. അല്ലെങ്കിൽ വണ്ടി അവിടുത്തെ ചെറുതായി തട്ടലും മുട്ടലും കാര്യങ്ങളും പെയിൻ്റ് അളകലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതൊരു 3 മാസത്തെ ബുക്കിംഗ് ആണ് N1 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൺഫേം ആയി അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മൊത്തത്തിലൊരു വർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നമ്മളെ പെയിൻറ്റിങ് ടച്ചിങ്ങും കാര്യങ്ങളും ഒരുപാട് ലൈറ്റ് വർക്ക് തന്നെ വരാനുണ്ട്. പിന്നെ നമ്മളിതിൽ പറയുന്നില്ല, എല്ലാ വർക്കും നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടിൻ്റെ പുറകുവശം കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പുറകുവശത്ത് വലിയൊരു ഡാമേജുകളും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ടച്ചിങ്സ് മാത്രം. അപ്പോൾ എന്താ പറയുക, അന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ. നമ്മൾ ജസ്റ്റ് ഡ്രൈവിംഗ് ഇറങ്ങിയിരുന്ന അവസാനം വണ്ടീൻ്റെ എന്താ പറയുക, കുറേ കാലം കിടന്നുള്ളൊരു കംപ്ലൈൻറ്റ് കണ്ടുകൊണ്ട് ജസ്റ്റ് വാഷ് ചെയ്ത് അപ്പോൾ ആള് അടിപൊളി അതിന് ഷവപ്പ് എങ്ങനെയുണ്ട് വണ്ടി? ഉഷാറായി ആണ് വണ്ടി ഉഷാറായത്. ഇനി എന്താ പറയുക, നേരെ പോയി സൈഡാക്കാം. അപ്പോൾ എന്താ പറയുക, ഇതേപോലെ നമ്മുടെ വണ്ടിയുടെ ഡെയിലി അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഇതേപോലെ വീട്ടിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതൊക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്താ ചെയ്യുക, ഫോളോ ചെയ്യാത്തവരൊക്കെ